കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി ആൽബിൻ്റെ പൊതുദർശനം വീട്ടിൽ പുരോഗമിക്കുകയാണ്. സംസ്കാരത്തിന് മുമ്പായുള്ള ശുശ്രൂഷ ചടങ്ങുകളാണ് വീട്ടിൽ നടക്കുന്നത്. അതിനുശേഷം മൃതദേഹം വിലാപയാത്രയായാണ് എടത്വ സെൻറ്റ് ജോർജ് ഫെറോന പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കുക. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പൊതുദർശനങ്ങൾക്ക് ശേഷമുള്ള സംസ്കാര ചടങ്ങുകൾ അത് 12 മണിക്ക് ശേഷമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അത് വൈകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഷാജഹാൻ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഷാജി, കളർകോട് വാഹനാപകടത്തിൽ ഏറ്റവും ഒടുവിൽ ജീവൻ നഷ്ടമായ വിദ്യാർത്ഥിയാണ് ആൽബിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി മൃതദേഹം കൊച്ചിയിൽ നിന്ന് എടത്വയിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ എടത്വ സെൻറ്റ് ജോർജ് ഫെറോന പള്ളിയിൽ നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ആൽബിൻ്റെ പൊതുദർശനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ 12 മണി കഴിയെ സംസ്കാര ചടങ്ങുകളാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും ജനബാഹുല്യം കൊണ്ട് തന്നെയാണ് പൊതുദർശനം നീണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കളർകോടുണ്ടായ വാഹനാപകടത്തിൽ സഹപാഠികളായ 5 പേരായിരുന്നു ആൽബിന് മുമ്പ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ഇപ്പോൾ ഒടുവിൽ ചികിത്സയിൽ കൊച്ചിയിൽ ഇരിക്കെയാണ് ആൽബിൻ്റെ മരണം സംഭവിക്കുന്നത്. ഇപ്പോഴിതാ എടത്വയിലെ പൊതുദർശന ചടങ്ങിൽ നിന്നും തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി കൂടിയുണ്ട്. ഷാജി, എപ്പോഴാണ് സംസ്കാരം നടക്കുക? ഇപ്പോൾ പൊതുദർശനമാണോ? തീർച്ചയായിട്ടും അജിം ഷാദെ, ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. ഞായറാഴ്ച വൈകിട്ടോടുകൂടിയാണ് ഇവിടെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആൽവിന്റെ വീട്ടിൽ കൊണ്ടുവന്നത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ മുതൽ ഇവിടെ പൊതുദർശനം വീട്ടിലുണ്ടായിരുന്നു. മന്ത്രി സജി ചെറിയാൻ, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, എല്ലാവരും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ എത്തിയിരുന്നു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ആൽവിൻ പഠിച്ച സെന്റ് അലോഷ്യസ് സ്കൂളിൽ പൊതുദർശനം നടന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം ഇപ്പോൾ സെന്റ് അലോഷ്യസ് സ്കൂളിൽ പൊതുദർശനം നടന്നു വരികയാണ്. അതിനുശേഷം സെന്റ് ജോർജ് ഫെറോന പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിന്റെ ശുശ്രൂഷകളും കാര്യങ്ങളുമൊക്കെ അല്പസമയത്തിനകം ആരംഭിക്കും. എന്തായാലും വളരെ നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ്. ഈ 5 പേർ മരണപ്പെട്ടപ്പോഴും എടത്വാക്കാർക്ക് ഒരു ആശ്വാസമുണ്ടായിരുന്നു. തങ്ങളുടെയൊക്കെ കളിക്കൂട്ടുകാരനായ ആൽവിൻ ജീവനോടെ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ 2 ദിവസത്തിന് ശേഷം ആൽവിനും മരണപ്പെടുകയായിരുന്നു. ഇതോടെ ഈ 6 പേരാണ്, ഈ 6 ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത്. തീർച്ചയായും ജീവിതത്തിൻ്റെ ഉയർച്ചകളിലേക്ക് പറന്നുയരും മുമ്പ് പൊലിഞ്ഞുപോയ ചിറകുകൾ. ഒരുപക്ഷെ ആ 5 വിദ്യാർത്ഥികൾക്കൊപ്പം 6ാമനായി ആൽബിൻ കൂടി ചേരുന്ന ദുഃഖകരമായ സാഹചര്യം. കളർകോട് വാഹനാപകടത്തിൽ പൊലിഞ്ഞുപോയ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളാണ് ഒരുപക്ഷെ നാടിന് വേദനയായി തീർന്നത്. 5 പേർക്കൊപ്പം ഇതാ 6ാമനായി ആൽബിൻ കൂടി ചേരുന്നൊരു ദുഃഖകരമായ സാഹചര്യം. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതിന് മുമ്പ് ഉള്ള പൊതുദർശനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ സംസ്കാര നടക്കും. ഇതിൻ്റെ വിവരങ്ങളാണ് തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ നൽകിയത്.